everyone, welcome back to our channel and this is me Shilpa. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ലേസർ സെഷൻ അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ്. എന്നോട് കുറേ പേരായി ചോദിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ചെയ്തത് ഇംഗ്ലീഷിലാണ്, കാരണം നമ്മുടെ ചാനൽ കുറേ കാലം ഇംഗ്ലീഷിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്താണ് പിന്നെ മലയാളത്തിലേക്ക് മാറ്റിയത്. So I'm really sorry that I have to convert everything to Malayalam now. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ എൻ്റെ പണ്ട് തൊട്ടേ കാണുന്ന ഒരാളാണെങ്കിൽ അറിയാം, എനിക്ക് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായി വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ലേസർ ഹെയർ റിമൂവൽ. എനിക്ക് അതിനനുസരിച്ചുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഹൗ ഐ റിമൂവ് മൈ hair from my face and this and that and all those things. പക്ഷേ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് പല സ്ഥലത്തും പോയിട്ട് ചോദിച്ചതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 3,500 റുപ്പീസാണ് പെർ സെഷൻ എന്ന് വരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 6 സെഷനൊക്കെ ചെയ്യണം, ഒരു 12 സെഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 12,000 to 30,000 അടുത്ത് പോവും. അപ്പോൾ അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സമയത്താണ് ഞാൻ മുംബൈയിലേക്ക് എൻ്റെ ജോലിക്ക് വേണ്ടി പോയത്. ആ സമയത്ത് ഞാൻ ഈ അടുത്ത് ഒരു പൊവ്വായിലുള്ള, നിങ്ങളിപ്പോൾ മുംബൈയിലാണെന്നുണ്ടെങ്കിൽ പൊവ്വായിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, ഒപ്പാൽ റേഡിയൻ സ്റ്റുഡിയോ പറഞ്ഞിട്ട്. അവിടെ ഉണ്ടായിരുന്നത് 1,000 റുപ്പീസ് പെർ സെഷനാണ്. നമ്മൾ ഒറ്റയടിക്ക് 6 സെഷനുള്ള പൈസ കൊടുക്കണം ബൈ ദ വേ. അപ്പോൾ നമുക്ക് അവർ 1,000 റുപ്പീസ് പെർ സെഷൻ എന്നുള്ള രീതിയിൽ ചെയ്തു തരും. അവിടെയാണ് ഞാൻ പോയി ചെയ്തത്. ആൻഡ് ടൈം ലൈൻ പറയാനാണെങ്കിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി 2024 6 സെഷനുള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ, ഞാൻ ഫെബ്രുവരിയിൽ ഒരു സെഷൻ ചെയ്തു, ഫെബ്രുവരിയിൽ 2 സെഷൻ ചെയ്തു. കാരണം ആ സമയത്ത് എൻ്റെ ഹെയർ ഗ്രോത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർച്ചിൽ ഒരെണ്ണം ചെയ്തു, ഏപ്രിൽ ഒരെണ്ണം ചെയ്തു, മെയ്യിൽ ഒരെണ്ണം ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 സെഷൻസ് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഈ മന്തായിരുന്നു എൻ്റെ നെക്സ്റ്റ് സെഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ 5 സെഷൻ്റെ ഉള്ളിൽ എന്ത് ചേഞ്ച് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. എൻ്റെ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ അറ്റാച്ച് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട് ബാക്ക്, ഓക്കെ. പക്ഷേ എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ലൈക്ക് വെരി തിക്ക്. കാരണം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഈ തിക്നെസ് ആയിരുന്നു, അതായത് ഈ ഒരു ഹെയർ സ്റ്റാൻഡിൻ്റെ തിക്നെസ് ആയിരുന്നു എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഹെയറിന്. അത്രയും തിക്കായിരുന്നു. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, ചില വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ ലൈറ്റിങ്ങും എല്ലാം കൂടെ വന്നാൽ കുറേ കാര്യങ്ങളൊക്കെ ബ്ലറായി പോകും. കാരണം ഇപ്പം എൻ്റെ സ്കിൻ ഇങ്ങനെ ആവില്ല ചിലപ്പോൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ബ്ലറായി പോകും. അതുകൊണ്ട് തന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറേ കവർ ചെയ്യേണ്ടി വന്നിരുന്നു വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത്. കുറേ കൺസീലറൊക്കെ ഇടേണ്ടി വന്നിരുന്നു. കാരണം എൻ്റെ ഈ 2 സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടായിട്ടുണ്ടായിരുന്നു, മാർക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഡീപ്പായിട്ടുള്ള സ്കാർസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കണ്ടിന്യൂസ്ലി ഹെയർ പ്ലക്ക് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. കാരണം പ്ലക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഗ്രോൺ ഹെയർ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഈവൻ നിങ്ങൾ റേസർ കൊണ്ട് ചെയ്താൽ പോലും ഇൻഗ്രോൺ ഹെയർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. വാക്സ് ചെയ്താലും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെയാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നത്? പക്ഷേ നമുക്ക് ഇതൊക്കെ ചെയ്യാണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കിപ്പോൾ ലേസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഗ്രോൺ ഹെയറും പിമ്പിൾസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്കൊക്കെ ഇവിടെയൊക്കെ ചില സമയത്ത് ഇൻഗ്രോൺ ഹെയർ വന്നിട്ട് ഭയങ്കര വലിയ പസ് നിറഞ്ഞിട്ടുള്ള പിമ്പിൾസായിട്ട് മാറാറുണ്ടായിരുന്നു ഇത് പണ്ട്. ഇപ്പം ഞാൻ ലേസർ ചെയ്തതോടുകൂടി എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഹെയറിൻ്റെയൊക്കെ തിക്നെസ് കുറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇടാം, നിങ്ങൾക്ക് അതിൽ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഹെയർ ഉണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ തിക്നെസ് കുറഞ്ഞിരിക്കുകയാണ്. ക്യാമറയിൽ അത്രയധികം ക്യാപ്ചർ ആവുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും എനിക്കിവിടെ ചെറിയ പാടൊക്കെ ഉണ്ട്, കാരണം ഞാനിവിടെ കെമിക്കൽ പീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പാടിന് കുറച്ച് കമ്മി ഉണ്ട്. പക്ഷെ ബട്ട് സ്റ്റിൽ അവിടെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. എനിക്ക് അപ്പർ ലിപ്സിലായാൽ പോലും 1 മന്തിൻ്റെ ഒക്കെ ശേഷമാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്താണ് വീണ്ടും ട്രിം ചെയ്ത് കളഞ്ഞത്. ഇപ്പോൾ ട്രിം ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഹെയർ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നില്ല. മുന്നേ എന്താ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ അറിയുമായിരുന്നു, ഓക്കെ ഹെയർ ഉണ്ടായിരുന്നു, തിക്നെസ് ഉണ്ടായിരുന്നു എന്നറിയുമായിരുന്നു. ഇപ്പോൾ അത് അറിയുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉപകാരം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് സേഫ് ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പെയിൻ വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്.
അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടുമ്പോഴാണ് നമുക്ക് പെയിൻ എന്ന സാധനം വരിക. പെയിൻ എന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള പെയിൻ ഒന്നും വരില്ല. നമ്മളിങ്ങനെ സൂചി കൊണ്ട് കുത്തുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ സൂചി കൊണ്ട് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെൻസേഷൻ ഉണ്ടല്ലോ, അതാണ് നമുക്ക് കൂടുതലും അനുഭവപ്പെടുക. അതല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അതാണ് നമുക്ക് പെയിനിൻ്റെ ടോളറൻസും കാര്യങ്ങളൊക്കെ. എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ലേസർ റേസ് നമ്മുടെ ബോഡിനകത്ത് പോകണം എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമുക്കിവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യേണ്ട വന്നത്. ഇവിടെ എൻ്റെ ഫുൾ ബോഡി ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്. കാരണം ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ചെയ്യാണ്ടിരിക്കുന്നത്. ഓക്കെ, ഫുൾ ബോഡി ലേസർ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഇവിടത്തേക്ക് ഒരു റേറ്റ് വെച്ചിട്ട് ഒരു 72,000 to 80,000 അടുത്താവും. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിരുന്ന സ്ഥലത്ത് അന്ന് 20,000 എന്തോ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊന്നും ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്താ പറയുക, ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബോഡിയിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ നന്നായിട്ട് ഇടണം. സൺസ്ക്രീനും മോയ്സ്ചറൈസറും നന്നായിട്ട് ഇടണം. നിങ്ങൾക്ക് ഒരു ഓയിൻമെൻറ്റും തരുന്നുണ്ടാവും നിങ്ങളുടെ ഡെർമാറ്റിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന ക്രീംസൊക്കെ ഉപയോഗിക്കുക. ഇതിനും ക്രീംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു എന്താ എൻ്റെ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഓയിൻമെൻ്റ് ആയിരുന്നു ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു ഭയങ്കര ന്യൂട്രലൈസിങ് കോണ്ടൻറ്റ് എന്തോ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതാക്കും. അതുപോലെ തന്നെ ചിലവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിങ് കൂടുതൽ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് നിങ്ങളുടെ ഡോക്ടറിനോട് സംസാരിക്കണം, നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണോ അല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഐ നോ ദിസ് വാസ് എ വെരി സ്മോൾ വീഡിയോ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പലവർക്കും അറിയാത്ത കാര്യമാണ്, റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളൊരു റേറ്റ് എന്ന് പറയുന്നത് 3,500 ആണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും. ഇല്ലെങ്കിൽ പോലും 2,000 ആണ്. ഞാൻ ചെയ്തപ്പോഴും ഞാൻ 3,000 rupees കൊടുത്തിട്ട് തന്നെയാണ് എൻ്റെ കെമിക്കൽ പീലിംഗ് ചെയ്തത്. ഇവിടെ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 5,000 rupees ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിലും ഞാൻ ഇന്ദിരാനഗർ ഭാഗത്തൊക്കെ കുറേ റേറ്റ് കുറഞ്ഞ് 10,000 ഉള്ളിൽ 6 സെഷൻസ് ഒക്കെ ചെയ്തു തരുന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ദിരാനഗർ ഭാഗത്തൊക്കെ. എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ആ ഭാഗത്തൊക്കെയാണ് താമസിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ ഇത് പ്രോമിനൻ്റ് അല്ല. ഒരു സാധനം പ്രോമിനൻ്റ് ആയിട്ട് എല്ലായിടത്തും ഉണ്ടാവും. ഓഫ് കോഴ്സ് അതിൻ്റെ റേറ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ലേസർ ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനും ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സിനും ചെയ്ത ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു എന്താ പറയുക കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലവർക്കും ഉപകാരപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ഓൾസോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. കാരണം ഞാനവിടെ ധാരാളം കോണ്ടന്റും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും, ഇവിടെ ഇടുന്നതായിരിക്കും, ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് മീ ശിൽപ സൈനിങ് ഓഫ് ആൻഡ് ബൈ, ടേക്ക് കെയർ. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go.